കൂട്ടുകാർ കളിക്കാനോടുമ്പോൾ ശാസ്ത്രലോകത്തിന് പുതിയ സംഭാവനകൾ നൽകാനുള്ള ഒരുക്കത്തിലായിരുന്നു വിദ്യാർത്ഥികളായ മൂവർ സംഘം. സാലിക് യന്ത്രത്തിന് സമാനമായ നൂതന യന്ത്ര സംവിധാനവുമായി അബുദാബി അൽ നൂർ സ്കൂളിലെ 3 മലയാളി വിദ്യാർത്ഥികളാണ് മാതൃകയാവുന്നത്. അബുദാബി അൽ നൂർ ഇന്ത്യൻ ഇസ്ലാമിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ തൈസീർ, ജവാദ്, ഇജാസ് എന്നിവരാണ് ഈ കൊച്ചു കണ്ടുപിടുത്തക്കാർ. അതിനൂതന സാങ്കേതിക വിദ്യയായ സാലിക്കിനെ ചെറിയ മാറ്റങ്ങളോടെ സ്കൂളിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഇവർ കണ്ടുപിടിച്ചത്. എന്നാൽ ക്ലാസ് കട്ട് ചെയ്യുകയും കറങ്ങി നടക്കുകയും ചെയ്യുന്ന മടിയന്മാർക്ക് തലവേദന സൃഷ്ടിക്കുന്നതാണ് ഇവരുടെ കണ്ടുപിടുത്തം. റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഹാജർ എടുക്കുന്നതാണ് ഈ നൂതന വിദ്യ. വിദ്യാർത്ഥികളുടെ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് സ്കൂളിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതും അധികൃതർക്കും രക്ഷിതാക്കൾക്കും ഒരേ സമയം മെസ്സേജ് വഴി അറിയാൻ സാധിക്കും. ഓഫീസ് രജിസ്റ്ററുകൾ സൂക്ഷിക്കാനും മറ്റും ഇത് കൂടുതൽ പ്രയോജനകരമാകുമെന്നും വിദ്യാർത്ഥികൾ അവകാശപ്പെടുന്നു. ഇതിന് ഞങ്ങളെ പ്രേരിപ്പിച്ചെന്താ വെച്ചാൽ കഴിഞ്ഞ കൊല്ലമുണ്ടായ ഭയങ്കര സങ്കടകരമായ ഒരു സംഭവമാണ്. ഒരു ബസ്സിൽ ഒരു കുട്ടി മിസ്സായിട്ട് ആ കുട്ടീൻ്റെ മരണം സംഭവിച്ചു. അത് എല്ലാവരും ഭയങ്കര സങ്കടകരമായിരുന്നു എല്ലാവർക്കും. അപ്പം അതിന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ എങ്ങനെ ചുരുക്കാൻ പറ്റും, എങ്ങനെ അത് ലിമിറ്റ് ചെയ്യാൻ പറ്റും എന്നതിനെ വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് ഇപ്പം കാര്യങ്ങളൊക്കെ ഭയങ്കര ടൈം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമുക്ക് ടൈം ഭയങ്കര വേസ്റ്റാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവിലും പിന്നെ അറ്റൻഡൻസ് എടുക്കുന്ന സിസ്റ്റത്തിലൊക്കെ. അതുകൊണ്ട് ഇപ്പം നമ്മുടെ ഈ ടെക്നോളജി RFID ടെക്നോളജി ഉപയോഗിച്ചാൽ സമയം ഭയങ്കര ലാഭവും. അതുകൊണ്ട് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവിലും പ്ലസ് സ്കൂൾ അറ്റൻഡൻസ് സിസ്റ്റത്തിലും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിനോടാണ് തന്നെ സ്റ്റുഡൻസ് ആബ്സെൻ്റ് ആവുന്നത്. അതിന് ഒരു പാരൻസിന് ഒരു ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടൊരു SMS അയക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അബുദാബിയിൽ ഐഡിയ സംഘടിപ്പിച്ച എക്സിബിഷനിലും ഈ കൊച്ചുമിടുക്കന്മാരുടെ പുതിയ ടെക്നോളജി ഇത്തിസലാത്ത് അവാർഡ് കരസ്ഥമാക്കിയിരുന്നു. മിടുക്കന്മാരുടെ ടെക്നോളജി സ്കൂളിൽ പ്രാവർത്തികമാക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് പ്രിൻസിപ്പൽ മുഹമ്മദ് ഹാരിസ് പറഞ്ഞു. സ്മാർട്ട് ID സ്കൂളിൽ അത് ഘടിപ്പിക്കുമ്പോൾ അതിനെ സ്മാർട്ട് ID സിസ്റ്റം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂളിൽ ഇത് ഘടിപ്പിക്കുകയും സ്കൂളിലെ വന്നു പോകുന്ന കുട്ടികളുടെ അറ്റൻഡൻസ്, ടീച്ചേഴ്സിന്റെ അറ്റൻഡൻസ്, മോറോവർ ഞങ്ങളത് ലൈബ്രറിയിലോട്ട് കൂടെ അത് വികസിപ്പിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് അടുത്തു പോകുന്ന കുട്ടികളും ലൈബ്രറിയുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് എല്ലാം വളരെ വികസിപ്പിച്ചെടുക്കുന്നതിന് ഈ ഒരു സാങ്കേതിക വിദ്യ സഹായമാകും എന്നുള്ളതാണ് എന്റെയും എന്റെ അധ്യാപകരുടെ എന്റെ സ്റ്റാഫിന്റെ ഒക്കെ വളരെ അഭിപ്രായം. അധ്യാപകർക്കും ഈ കുട്ടിശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തത്തെ പറ്റി പറയുമ്പോൾ അഭിമാനം ഏറുകയാണ്. സഹപ്രവർത്തകർക്കും സ്കൂളിനും പ്രയോജനം ചെയ്യുന്ന അതിനൂതന കണ്ടുപിടുത്തം നടത്തിയതുവഴി പ്രവാസ ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ് ഈ കൊച്ചുമിടുക്കന്മാർ. കൂട്ടുകാർ കളിക്കാനോടുമ്പോൾ ശാസ്ത്രലോകത്തിന് പുതിയ സംഭാവനകൾ നൽകാനുള്ള ഒരുക്കത്തിലായിരുന്നു വിദ്യാർത്ഥികളായ മൂവർ സംഘം. സാലിക് യന്ത്രത്തിന് സമാനമായ നൂതന യന്ത്ര സംവിധാനവുമായി അബുദാബി അൽ നൂർ സ്കൂളിലെ 3 മലയാളി വിദ്യാർത്ഥികളാണ് മാതൃകയാവുന്നത്. അബുദാബി അൽ നൂർ ഇന്ത്യൻ ഇസ്ലാമിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ തൈസീർ, ജവാദ്, ഇജാസ് എന്നിവരാണ് ഈ കൊച്ചു കണ്ടുപിടുത്തക്കാർ. അതിനൂതന സാങ്കേതിക വിദ്യയായ സാലിക്കിനെ ചെറിയ മാറ്റങ്ങളോടെ സ്കൂളിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഇവർ കണ്ടുപിടിച്ചത്. എന്നാൽ ക്ലാസ് കട്ട് ചെയ്യുകയും കറങ്ങി നടക്കുകയും ചെയ്യുന്ന മടിയന്മാർക്ക് തലവേദന സൃഷ്ടിക്കുന്നതാണ് ഇവരുടെ കണ്ടുപിടുത്തം. റേഡിയോ ഫ്രീക്വൻസി
ഐഡന്റിഫിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഹാജർ എടുക്കുന്നതാണ് ഈ നൂതന വിദ്യ. വിദ്യാർത്ഥികളുടെ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് സ്കൂളിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതും അധികൃതർക്കും രക്ഷിതാക്കൾക്കും ഒരേ സമയം മെസ്സേജ് വഴി അറിയാൻ സാധിക്കും. ഓഫീസ് രജിസ്റ്ററുകൾ സൂക്ഷിക്കാനും മറ്റും ഇത് കൂടുതൽ പ്രയോജനകരമാകുമെന്നും വിദ്യാർത്ഥികൾ അവകാശപ്പെടുന്നു. ഇതിന് ഞങ്ങളെ പ്രേരിപ്പിച്ചെന്താ വെച്ചാല് കഴിഞ്ഞ കൊണ്ടുണ്ടായ ഭയങ്കര സങ്കടകരമായ ഒരു സംഭവമാണ്. ഒരു ബസ്സിൽ ഒരു കുട്ടി മിസ്സായിട്ട് ആ കുട്ടീന്റെ മരണം സംഭവിച്ചു. അത് എല്ലാവരും ഭയങ്കര സങ്കടകരമായിരുന്നു എല്ലാവർക്കും. അപ്പം അതിന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ എങ്ങനെ ചുരുക്കാൻ പറ്റും, എങ്ങനെ അത് ലിമിറ്റ് ചെയ്യാൻ പറ്റും എന്നതിനെ വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് ഇപ്പം കാലങ്ങൾക്ക് ഭയങ്കര ടൈം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമുക്ക് ടൈം ഭയങ്കര വേസ്റ്റാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവിലും പിന്നെ അറ്റൻഡൻസ് എടുക്കുന്ന സിസ്റ്റത്തിലൊക്കെ. അതുകൊണ്ട് ഇപ്പം നമ്മുടെ ഈ ടെക്നോളജി RFID ടെക്നോളജി ഉപയോഗിച്ചാൽ സമയം ഭയങ്കര ലാഭവും. അതുകൊണ്ട് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവിലും പ്ലസ് സ്കൂൾ അറ്റൻഡൻസ് സിസ്റ്റത്തിലും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിനോടുള്ള തന്നെ സ്റ്റുഡൻസ് ആബ്സെൻ്റ് ആവുന്നില്ല. അതിന് ഒരു പാരൻസിനൊരു ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു SMS അയക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അബുദാബിയിൽ ഐഡിയ സംഘടിപ്പിച്ച എക്സിബിഷനിലും ഈ കൊച്ചുമിടുക്കന്മാരുടെ പുതിയ ടെക്നോളജി ഇത്തിസലാത്ത് അവാർഡ് കരസ്ഥമാക്കിയിരുന്നു. മിടുക്കന്മാരുടെ ടെക്നോളജി സ്കൂളിൽ പ്രാവർത്തികമാക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് പ്രിൻസിപ്പൽ മുഹമ്മദ് ഹാരിസ് പറഞ്ഞു. സ്മാർട്ട് ID സ്കൂളിൽ അത് ഘടിപ്പിക്കുമ്പോൾ അതിനെ സ്മാർട്ട് ID സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂളിൽ ഇത് ഘടിപ്പിക്കുകയും സ്കൂളിലെ വന്നു പോകുന്ന കുട്ടികളുടെ അറ്റൻഡൻസ്, ടീച്ചേഴ്സിന്റെ അറ്റൻഡൻസ്, മോറോവർ ഞങ്ങളത് ലൈബ്രറിയിലോട്ട് കൂടെ അത് വികസിപ്പിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് അടുത്തു പോകുന്ന കുട്ടികളും ലൈബ്രറിയുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് എല്ലാം വളരെ വികസിപ്പിച്ചെടുക്കുന്നതിന് ഈ ഒരു സാങ്കേതിക വിദ്യ സഹായമാകും എന്നുള്ളതാണ് എന്റെയും എന്റെ അധ്യാപകരുടെ എന്റെ സ്റ്റാഫിന്റെ ഒക്കെ വളരെ അഭിപ്രായം. അധ്യാപകർക്കും ഈ കുട്ടിശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തത്തെപ്പറ്റി പറയുമ്പോൾ അഭിമാനം ഏറുകയാണ്. സഹപ്രവർത്തകർക്കും സ്കൂളിനും പ്രയോജനം ചെയ്യുന്ന അതിനൂതന കണ്ടുപിടുത്തം നടത്തിയതുവഴി പ്രവാസ ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ് ഈ കൊച്ചുമിടുക്കന്മാർ.